അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ മനസ്സിനും ആത്മാവിനും ശാന്തതയേകുന്ന തുമൈനീന 30 ഡേയ്സ് മെൻ്റൽ പീസ് ചാലഞ്ചിൻ്റെ 5-ാം ദിവസമാണിത്. കഴിഞ്ഞ ദിവസം നമ്മൾ ദേഷ്യത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ ദേഷ്യവും ഈഗോയും കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ തകർത്ത് കളയുന്ന ഒരു ടാർഗറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ച, അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള ആശയവിനിമയമില്ലായ്മ, സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങൾ. ഇന്ന് പല വീടുകളിലും സമാധാനമില്ലാത്ത അവസ്ഥയാണ്. ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ജീവിക്കുമ്പോഴും അപരിചിതരെ പോലെ കഴിയുന്ന എത്രയോ പേരുണ്ട്. ഒരു ഫാമിലി കൗൺസിലർ എന്ന നിലയിൽ ഞാൻ പറയാം, ലോകത്ത് നിങ്ങൾ എത്ര വലിയ വിജയങ്ങൾ ഉണ്ടായാലും സ്വന്തം കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ ആ ജീവിതം പൂർണ്ണമാകില്ല. തകർന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളെ ഇസ്ലാമിക മനഃശാസ്ത്രത്തിലൂടെ എങ്ങനെ കൂട്ടിച്ചേർക്കാമെന്ന് 5 ലളിതമായ വഴികളിലൂടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ പ്രധാന കാരണം സൈക്കോളജിയിൽ പറയുന്ന ഒന്നാമത്തെ കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അല്ലെങ്കിൽ തെറ്റായ ആശയവിനിമയമാണ്. പങ്കാളി എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാകാത്തത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാത്തതാണ് പ്രശ്നം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈഗോ ആണ്. ഞാൻ എന്തിനാ ആദ്യം സംസാരിക്കണം, അവരല്ലേ തെറ്റ് ചെയ്തത് എന്ന ചിന്ത. ഇസ്ലാം കുടുംബ ബന്ധങ്ങൾക്ക് നൽകിയ അത്രയും പ്രാധാന്യം മറ്റൊന്നിനും നൽകിയിട്ടില്ല. ഇതിനെ സിലത്തുർ റഹീം അഥവാ കുടുംബ ബന്ധം ചേർക്കുക എന്ന് വിളിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. മറ്റൊരു മനോഹരമായ വചനം കാണാം, തന്നോട് ബന്ധം പുലർത്തുന്നവരോട് മാത്രം ബന്ധം പുലർത്തുന്നവനല്ല യഥാർത്ഥത്തിൽ ബന്ധം ചേർക്കുന്നവൻ, മറിച്ച് ബന്ധം മുറിച്ചു പോകുമ്പോൾ അതിനെ കൂട്ടിച്ചേർക്കുന്നവനാണ് യഥാർത്ഥ ബന്ധം ചേർക്കുന്നവനെന്നും. ഈ ഒരു ആശയത്തെ മുൻനിർത്തി നമുക്ക് സൈക്കോളജിയിൽ വഴികൾ പരിശോധിക്കാം. കുടുംബ ബന്ധങ്ങൾ നന്നാക്കാനുള്ള 5 വഴികൾ. ഒന്നാമത്തേത്, കേൾക്കാൻ പഠിക്കുക, ആക്റ്റീവ് ലിസണിങ്. പലപ്പോഴും കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കേൾക്കുന്നത് തന്നെ മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്, അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. സൈക്കോളജിയിൽ ഇതിന് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയും. നിങ്ങളുടെ പങ്കാളിയോ മക്കളോ സംസാരിക്കുമ്പോൾ ഫോൺ മാറ്റിവെച്ച് അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അവർ പറയുന്നത് മുഴുവനായി കേൾക്കുക. നീ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു എന്നൊരു ഭാവം നിങ്ങളുടെ മുഖത്തുണ്ടായാൽ തന്നെ പകുതി പ്രശ്നങ്ങളും അവിടെ തീരും. രണ്ടാമത്തെ കാര്യം, തെറ്റുകൾ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുക. ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്. പഴയ തെറ്റുകൾ എപ്പോഴും കുത്തിപ്പൊക്കി സംസാരിക്കുന്നത് ബന്ധങ്ങളെ നശിപ്പിക്കും. ഖുർആൻ പറയുന്നു, അവർ മാപ്പു നൽകുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങളോട് പുറത്തു തരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? സൈക്കോളജിയിൽ ഇമോഷണൽ ഹീലിംഗിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് വിട്ടുവീഴ്ചയാണ്. മനുഷ്യരായാൽ തെറ്റുപറ്റും, അവരോട് അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുക. കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, ഈഗോ മാറ്റിവെച്ച് ആദ്യം സംസാരിക്കുക. അവർ വന്ന് മിണ്ടട്ടെ എന്ന് കരുതിയിരിക്കുന്നത് ബന്ധങ്ങളിൽ അകൽച്ച കൂട്ടുകയുള്ളൂ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുസ്ലിമിന് തൻ്റെ സഹോദരനുമായി 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയിരിക്കാൻ പാടില്ല. അവർ കണ്ടുമുട്ടുമ്പോൾ ഇവൻ തിരിഞ്ഞു കളയുന്നു, അവൻ തിരിഞ്ഞു കളയുന്നു. അവരിൽ ഉത്തമൻ സലാം കൊണ്ട് തുടക്കമിടുന്നവനാണെന്നാണ്. തെറ്റ് ആരുടേതാണെങ്കിലും ഇസ്ലാം പഠിപ്പിച്ച സലാം ആദ്യം പറഞ്ഞ് ഈഗോ മാറ്റിവെക്കുക. ആദ്യം സംസാരിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയവൻ എന്നുള്ളത്. നാലാമത്തെ കാര്യം, നല്ല വാക്കുകൾ പറയുക, വേർഡ്സ് ഓഫ് അപ്രീസിയേഷൻ. നമ്മൾ പുറത്തുള്ളവരോട് വളരെ മാന്യമായി സംസാരിക്കും, എന്നാൽ വീട്ടിലുള്ളവരോട് ദേഷ്യത്തിലും പരിഹാസത്തിലുമായിരിക്കും സംസാരിക്കുക. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. ഭാര്യ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് ഭർത്താവും, ഭർത്താവിൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഭാര്യയും പരസ്പരം നന്ദി പറയുക. മക്കളെ പ്രശംസിക്കുക. നല്ല വാക്ക് പറയുക എന്നത് ഒരു സ്വതക്ക, ഒരു പുണ്യമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സൈക്കോളജിയിൽ ഇതിന് സ്പിരിച്വൽ ബോണ്ടിങ് എന്ന് പറയും. ഒരു കുടുംബത്തെ ഏറ്റവും കൂടുതൽ അടുപ്പിക്കുന്ന ആത്മീയമായ ഒരുമിക്കലാണ്. വീട്ടിലെല്ലാവരും ഒന്നിച്ച് ഒരു നേരമെങ്കിലും ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഖുർആൻ നൽകുന്ന മനോഹരമായ ആ ദുആ ഒന്ന് ഓതുക. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയുനി വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിലും സന്തതികളിലും നിന്ന് ഞങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്നവരെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ധർമ്മനിഷ്ഠരായവർക്ക് മാതൃകകളായി ഞങ്ങളെ നീ ആക്കുകയും ചെയ്യണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരുമിച്ച് അള്ളാഹുവിലേക്ക് തിരിയുന്ന കുടുംബങ്ങളിൽ പിശാചിന് വിള്ളലുകൾ ഉണ്ടാക്കാൻ കഴിയില്ല. ഇന്നത്തെ നിങ്ങളുടെ തുമൈനീന പ്രാക്ടീസ് അഥവാ ടാസ്ക് എന്നുള്ളത്
നിങ്ങളുടെ കുടുംബത്തിൽ, അതായത് പങ്കാളിയാവാം, അമ്മയോ അച്ഛനോ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങൾ, നിങ്ങളോട് പിണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ചു കാലമായി അകൽച്ചയിലുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക. ഇന്ന് അവരോട് ഒരു ഈഗോയും വിചാരിക്കാതെ, വലിപ്പച്ചെറുപ്പം നോക്കാതെ പോയി സംസാരിക്കുക. അല്ലെങ്കിൽ അവർക്കിഷ്ടമുള്ള ഒരു ചെറിയ ചായ ഉണ്ടാക്കി കൊടുക്കുക. ഒരു സലാം പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്യുക. മാറ്റം ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തുടങ്ങട്ടെ. അവസാനമായി നിങ്ങളോട് എന്നും പറയുന്നത് പോലെ പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, വീട് എന്നുള്ളത് വെറും 4 ചുവരുകളല്ല, അത് മനസ്സുകൾ തമ്മിൽ ചേരുന്ന ഒരിടമാണ്. ആ വീടിനെ സ്വർഗമാക്കാനും നരകമാക്കാനും നിങ്ങളുടെ പെരുമാറ്റത്തിന് സാധിക്കും. വിട്ടുവീഴ്ച ചെയ്യുക, സ്നേഹിക്കുക. ഹാർട്ട് ആൻഡ് മൈൻഡ് ദ സോൾ ഹീലർ എന്ന ഈ ഒരു യാത്രയിൽ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമാധാനത്തിൻ്റെ തണലാക്കി മാറ്റാം. നാളെ തുമൈനീന സീരീസിൻ്റെ 6ാം ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.